2026 UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്ന CP നേതാവ് AK ബാലന്റെ പ്രസ്താവന കേട്ട് കേരളം ചിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇത്തരം നനഞ്ഞ ഓലപ്പടക്കങ്ങളുമായി വരേണ്ട ബാലൻ സഖാവേ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. ബാലൻ സഖാവ് പേടിക്കേണ്ട, RSS ആഭ്യന്തരം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഗതികേട് UDF വന്നാൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പ്. സത്യം ജനങ്ങൾക്കറിയാം. UDF അധികാരത്തിൽ വരുന്നത് ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പാക്കാനാണ്, അല്ലാതെ RSSനോ മറ്റ് വർഗീയവാദികൾക്കോ ആഭ്യന്തരം അടിയറവ് വയ്ക്കാനല്ലെന്ന് ഓർക്കണം. പിന്നെ ബാലൻ സഖാവ് അറിയാൻ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഒറ്റൊരു MLA പോലും ഇല്ലാതെ BJPയും RSSും ആഭ്യന്തരം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പിണറായി ഭരണത്തിൽ സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗതികേട് എന്തായാലും UDF വന്നാൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പും സംഘപരിവാറും തമ്മിലുള്ള പാലമായി വെള്ളാപ്പള്ളി നടേശൻ മാറി എന്നതാണ് ഈ ബന്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. വർഗീയവാദി എന്ന് CPM തന്നെ വിളിച്ചയാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി നാട് ചുറ്റിക്കുന്നത് ജനങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന പല പഞ്ചായത്തുകളും CPM ഭരിച്ചതും MV ഗോവിന്ദൻ മാസ്റ്റർ അവരുടെ പരിപാടികളിൽ അതേപ്പറ്റി സംസാരിച്ചതും ദേശാഭിലേഖനങ്ങളൊന്നും ആരും മറന്നിട്ടില്ല. പിണറായി ഭരണത്തെ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും അത്രമേൽ വെറുത്തിരിക്കുന്നു. അതാണ് പരമ യാഥാർത്ഥ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്ന് ഇത്തരം വർഗീയ കാർഡുകൾ ഇറക്കിയാൽ കേരളത്തിൽ ഇനി വിലപ്പോകില്ല. BJP അല്ല, ഇനി RSS അല്ല, ആര് വന്നാലും UDF അധികാരത്തിൽ വരും. ആരൊക്കെ നിയമസഭയിലെത്തിയാലും സർക്കാർ UDFൻ്റേതാകും, കോൺഗ്രസ് ആകും അതിന് നേതൃത്വം നൽകുക. ആഭ്യന്തരം UDF തന്നെ കൈകാര്യം ചെയ്യും, കോൺഗ്രസ് തന്നെ കൈകാര്യം ചെയ്യും. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്കോ RSSനോ മറ്റ് വർഗീയവാദികൾക്കോ ഒന്നും ആഭ്യന്തരമെന്നല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വകുപ്പും ഒരു മന്ത്രിയും തീരെഴുതി കൊടുക്കാനും തൽക്കാലം UDFന് പരിപാടിയൊന്നുമില്ല. തൽക്കാലമെന്നല്ല, കുറേ കാലത്തേക്ക് UDFന് ആ ഒരു മേഖലയിലേക്കുള്ള ചിന്ത പോലും ഉണ്ടാകില്ല. കാരണം UDFനുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ കഴിവുള്ള പ്രഗത്ഭരായ മുൻ മന്ത്രിമാരായ നേതാക്കളുണ്ട്. അവരെല്ലാം ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം വിജയിച്ച് കയറി വരികയും ചെയ്യും. അപ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെയോ മറ്റെങ്കിലും വർഗീയ ശക്തിയെയോ സംസ്ഥാനത്തെ ആഭ്യന്തരമോ മറ്റേതെങ്കിലും ഒരു വകുപ്പോ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും തൽക്കാലം പ്രതിപക്ഷത്തിനില്ല എന്ന് സഖാവ് AK ബാലൻ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.